പരിശുദ്ധമായ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ സൂഫിയാക്കളുടെ കിതാബുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ 5 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, നമ്മുടെ അമലുകൾക്കുള്ള ഒരു പുനഃക്രമീകരണം അത് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു സന്ദർഭമാണ് ഷഅബാനിൻ്റെ ആദ്യ വാരങ്ങൾ. അതിലേക്ക് സൂചിപ്പിക്കുന്ന ഹദീസ് ഇമാം അൽ ഹാഫിദ് ഇബ്നുൽ അൽ ജൗസിയുടെ മൗദൂഅത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അൽ ഗുനിയത്തു ലി ത്വാലിബി ത്വരീഖുൽ ഹഖ് എന്ന ഗ്രന്ഥത്തിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അമലുകളുടെ പുനഃക്രമീകരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റജബുൽ ശഹ്റുല്ലാഹ്, പരിശുദ്ധമായ റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണ്. ഷഅബാനു ശഹ്രി, ഷഅബാൻ മാസം എൻ്റെ മാസമാണ്. റമളാനു ശഹ്റു ഉമ്മത്തി, റമളാൻ എൻ്റെ സമുദായത്തിൻ്റെ മാസമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫർളായ അമലുകളുടെ മുടക്കങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന പ്രതിജ്ഞയാണ് റജബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിലവിൽ നമ്മൾ ചെയ്യേണ്ട ഫർളായ കാര്യങ്ങളുടെ സമയം, അതിൻ്റെ കൃത്യനിഷ്ഠ, ഇതിലെല്ലാം നമ്മൾ ഉറപ്പുവരുത്തണം. അത് കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് അങ്ങനെ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. അപ്പോൾ ഷഅബാന് ശഹ്രി, ഷഅബാൻ എൻ്റെ മാസമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫർള് ഏറെക്കുറെ നമ്മൾ കൃത്യമായി ചെയ്യുന്നവരാണ് എങ്കിൽ ഇനി അതിൻ്റെ കൂടെ സുന്നത്തുകളും അതുപോലെ തന്നെ സമയം പാലിക്കാനും കൃത്യമായി ചെയ്യാനും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നു എന്ന ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒന്നാമത്തെ നിർദ്ദേശം. അമലുകൾ പുനഃക്രമീകരിക്കുക, അതിൻ്റെ സമയം നമ്മൾ കൃത്യമായി പാലിക്കുക, അത് മുടങ്ങാതെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഷഅബാനിൻ്റെ ആദ്യ ദിവസങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോഴേക്കും നാം ഓരോരുത്തരും തയ്യാറാവേണ്ട ഒന്നാമത്തെ നിർദ്ദേശം അതാണ്. രണ്ടാമത്തെ നിർദ്ദേശം, പരിശുദ്ധമായ ഷഅബാൻ മാസത്തിന് നമ്മൾ അർഹമായ പരിഗണന നൽകണം എന്നുള്ളതാണ്. അർഹമായ പരിഗണന, പണ്ടൊക്കെ റമളാൻ വരുമ്പോഴേക്കും TV ഓഫ് ചെയ്യൂ എന്നൊരു വയത് പ്രത്യേകം കേൾക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം TV ഓഫായതുകൊണ്ടല്ല, അതിലും വലുത് കയ്യിലിരിക്കുക. പിന്നെ TVയുടെ കാര്യം പറഞ്ഞ് വെറുതെ കുറേ മലയാളം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. റമളാൻ വരുമ്പോൾ ഒരു പരിഗണന റമളാനിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ റമളാനിനെ കുറിച്ചുള്ള മുഖവുരകൾ പ്രഭാഷണങ്ങളിലും ക്ലാസ്സുകളിലും നിർദ്ദേശങ്ങളിലുമൊക്കെയായി പൂർവികരിൽ നിന്നും നമ്മൾ പകർത്തിപ്പോന്നു എന്നാൽ ഷഅബാനിനും അത് വേണം. അർഹമായ പരിഗണന നമ്മൾ ഷഅബാൻ മാസത്തിന് കൊടുത്തേ പറ്റൂ. എന്താ കാരണം? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബറായിൽ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു ബൈന റജബിൻ റമളാൻ, റമളാനിൻ്റെയും റജബിൻ്റെയും ഇടയിൽ നമ്മെ പോലെയുള്ളവര് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണ് ഷഅബാൻ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനും മഹത്വമുണ്ട്, റജബും മഹത്വമുണ്ട് എന്നുള്ള ഒരു വലിയ വലിയ മഹത്വ പ്രഖ്യാപനങ്ങൾ കേട്ടുകഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ മറന്നുപോകും, സൈലൻ്റായി പോകും ഷഅബാനിൽ. അങ്ങനെ ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാലയളവാണ് ഷഅബാൻ മാസം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അർഹമായ പരിഗണന ഷഅബാൻ മാസത്തിന് കൊടുത്തേ പറ്റൂ. ഷഅബാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ പരിഗണന കൊടുക്കണമെന്ന് പറയാൻ എന്താ കാരണം? വഹുവ ശഹ്റുൻ തുർഫഉൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ഒരു വർഷം നമ്മൾ ചെയ്ത അമലുകളെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് ഷഅബാനിലാണ്. വാർഷികം, നമ്മുടെ അമലുകളെ ഉയർത്തുന്നതിൻ്റെ വാർഷിക തോതിലുള്ളതായ പരിഗണന അള്ളാഹു വെച്ചിരിക്കുന്നത് ഷഅബാൻ മാസത്തിലാണെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം നസായി ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പോൾ അവിടുന്ന് ആഗ്രഹിച്ചു, അങ്ങനെ എൻ്റെ അമൽ ഉയർത്തുകയാണെങ്കിൽ, എൻ്റെ അമൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിക്കുകയാണ് എങ്കിൽ, ആ ഒരു വർഷത്തെ അമൽ എത്തുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം ഈ ഷഅബാനിൽ എൻ്റെ അമൽ ഉയർത്തുമ്പോൾ, ഈ ഒരു വർഷത്തെ അമലിൽ അതിൻ്റെ അവസാന സമയമായ ഷഅബാനിൽ എനിക്ക് നോമ്പുണ്ടാവണം, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമൽ ഉയർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം ഷഅബാൻ മാസത്തിൽ നോമ്പ് സുന്നത്താണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. യൂട്യൂബിലും മറ്റുമൊക്കെ നമുക്ക് ധാരാളം വീഡിയോകളും പ്രഭാഷണങ്ങളുമൊക്കെ
ഷഅബാൻ മാസത്തിലെ നോമ്പ് അനാചാരമാണെന്ന് പറയുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. തികച്ചും നിരർത്ഥകമായ പലതും ഉദ്ധരിച്ചുകൊണ്ട് ഒരു ബിദ്അത്ത് കെട്ടിപ്പടുത്തുകയാണ് അത്തരം പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. ഷഅബാൻ മാസം നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ മൂന്നാമത് അതിൻ്റെ മുഖവുരയായി ആമുഖമായി തയ്യാറാവേണ്ട മൂന്നാമത്തെ നിർദ്ദേശം, റമളാൻ എളുപ്പമാവാനും സുഖപ്രദമാവാനും ഇബാദത്ത് റമളാനിൽ നമുക്ക് വളരെ ആസ്വദിച്ച് ചെയ്യാനും ഷഅബാൻ മുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തി തുടങ്ങുക എന്നുള്ളതാണ്. റമളാൻ നമുക്ക് ആദ്യത്തെ ആഴ്ചയിൽ റമളാൻ 1-നാണ് നോമ്പെടുക്കുന്നതെങ്കിൽ നമുക്ക് ആ നോമ്പ് പ്രയാസമാവും. നേരെ മറിച്ച് ഷഅബാനിൻ്റെ ചില ദിവസങ്ങളിൽ നോമ്പെടുത്ത് ഒരു പരിശീലനം വെച്ച് ഈ കൊടും ചൂടിൽ തന്നെ നമുക്ക് അങ്ങനെ നേരത്തെ ഒരു പരിശീലനം കിട്ടിയാൽ പരിശുദ്ധ റമളാൻ നമുക്ക് ആസ്വദിച്ച് നോമ്പെടുക്കാൻ കഴിയുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പോൾ മൂന്നാമത്തെ നിർദ്ദേശം, റമളാൻ എളുപ്പമാവാനും സുഖപ്രദമാവാനും റമളാനിലെ ഇബാദത്ത് ആസ്വദിക്കുവാനും ഷഅബാൻ ഉപയോഗപ്പെടുത്തുക. കാന ഷഅബാനു കൽ മുഖദ്ദിമ ലി റമളാൻ ശുരിഅ ഫീഹി മാ ശുരിഅ ഫീ റമളാൻ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. റമളാനിലേക്ക് കടന്നു ചെല്ലാനുള്ള ചവിട്ടുപടിയാണ്, കവാടമാണ് ഷഅബാൻ. റമളാനിന്റെ ആമുഖമാണ് ഷഅബാൻ. അതുകൊണ്ട് റമളാനിൽ നമ്മൾ ശീലിക്കുന്ന എല്ലാ നന്മകളും ഷഅബാനിലെ ചെയ്യണം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോഴാണ് റമളാനിൽ അതിൻ്റെ ഒരു ആസ്വാദനം നമുക്ക് ലഭ്യമാകുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റമളാനിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകളാണ് ഖുർആൻ പാരായണം. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഷഅബാൻ മാസം എത്തിക്കഴിഞ്ഞാൽ അവർ മുഖം കുത്തി മുസ്ഹഫിൽ വീഴുമെന്ന. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും മുഖം കുത്തി മുസ്ഹഫിൽ വീഴുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവക്ഷ എന്താ? അവർ മുസ്ഹഫിൽ നിന്ന് കണ്ണെടുക്കാറില്ല, മുസ്ഹഫിലായിരിക്കും എപ്പോഴും. അവർ ഖുർആൻ പാരായണത്തിന് മാറ്റിവെച്ച മാസമാണ് പരിശുദ്ധമായ ഷഅബാൻ മാസമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ് ഷഅബാൻ എന്ന് സൂചിപ്പിച്ചല്ലോ. വശഅബാനു ശഹ്രി, ഷഅബാൻ എൻ്റെ മാസം. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണിത്. സുന്നത്തുകൾ ക്രമീകരിക്കുന്നതിൻ്റെ കൂടെ സ്വലാത്തുകളും വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തോടൊപ്പം സദഖ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മാസമാണ് ഷഅബാൻ മാസം. റമളാനിൽ മാത്രമല്ല, റമളാനിന്റെ ശിഖരമാണ്. നമ്മൾ വലിയൊരു മാവ് അല്ലെങ്കിൽ ഒരു പിലാവ്, വലിയൊരു വൃക്ഷം നമ്മൾ കാണുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ നടുവിലൂടെ കാണുന്ന അതിൻ്റെ കാണ്ഡം, അതിൻ്റെ പ്രധാന തടി, അതിനോട് ബന്ധപ്പെട്ട് നിൽക്കും അതിൻ്റെ അങ്ങേയറ്റത്തെ ആ ഒരു ശിഖരത്തിൻ്റെ അറ്റം പോലും എന്ന പോലെ സുമ്മിയ ഷഅബാൻ ലിഅന്നഹു യൻശഇബു ലിറമളാൻ എന്ന് മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അതായത് ഷഅബാൻ മാസം റമളാനിന്റെ ശിഖരമാണ്. ഷഅബാൻ എന്ന പേര് തന്നെ കൊടുത്തത് റമളാനിന്റെ ശിഖരമായതുകൊണ്ടാണ്. പർവ്വതം പോലെ നന്മകൾ കൂമ്പാരം കയറ്റപ്പെട്ട മാസമാണ് ഷഅബാൻ എന്നും അതിനർത്ഥമുള്ളതായി മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പൊ റമളാനിന്റെ ശിഖരമാണ് ഷഅബാൻ മാസം. അതുകൊണ്ട് റമളാനിൽ ചെയ്യുന്ന എല്ലാ നന്മകളും ഷഅബാനിലെ ചെയ്തു തുടങ്ങണം. നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഷഅബാൻ 15-ാം രാവിൽ ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞിട്ട് അതുല്യമായ ഒരു രാത്രിയുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പേരെടുത്ത് മഹത്വം പറഞ്ഞിട്ടുള്ള 5 രാത്രികളുണ്ട്. അതിൽ ഒരു രാത്രിയാണ് ബറാഅത്ത് രാവ്. വിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ലൈലത്തുൻ മുബാറക, ബറക്കത്തുള്ള രാത്രി എന്ന് ഖുർആൻ പറഞ്ഞ ആ രാവ് അത് ഷഅബാൻ 15-ന്റെ രാവാണ്. ഈ രാവ് ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ, പരിഗണിക്കുന്ന പോലെ ഷഅബാനിൽ ഈ രാവിനെ ശ്രദ്ധിക്കണം. ഇതാണ് നമുക്ക് നാലാമതായി പരിശുദ്ധമായ ഷഅബാൻ മാസത്തിലെ ആമുഖത്തിൽ ഉണരാനും ചിന്തിക്കാനുമുള്ള നാലാമത്തെ നിർദ്ദേശം അതാണ്. നാലാമത്തെ നിർദ്ദേശം ബറാഅത്ത് രാവ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, 2 പെരുന്നാളിന്റെ പകല് ഭൂമിയിലെ സത്യവിശ്വാസികൾക്ക് ഏതുപോലെയാണോ സന്തോഷം, സത്യവിശ്വാസികൾക്ക് 2 പെരുന്നാളിന്റെ പകലിനെ അള്ളാഹു ഭൂമിയിൽ സംവിധാനിച്ചതിന്റെ അർഹത എങ്ങനെയോ അതുപോലെയാണ് ആകാശത്തിൽ മലക്കുകൾക്ക് അള്ളാഹു 2 രാത്രികളെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്ന് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയും
രണ്ടാമത്തേത് ബറാഅത്തിന്റെ രാവുമാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ശഅബാൻ മാസം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ നിർദ്ദേശം, നന്മകൾ ചെയ്യാൻ നമ്മൾ ശഅബാൻ മാസത്തെ പരിഗണിച്ച പോലെ തന്നെ, ഈ പറഞ്ഞ അർത്ഥത്തിൽ റമദാനിനെ പോലെ നമ്മൾ കണ്ട് ശഅബാനിൽ നന്മ ചെയ്യാൻ പരിഗണിച്ച പോലെ തന്നെ റമദാനിൽ നമ്മൾ ബഹിഷ്കരിക്കേണ്ടതായ തിന്മകൾ, അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ. റമദാനിൽ പ്രത്യേകം റമദാനിന്റെ ഹുറുമത്തിനെ മാനിച്ചുകൊണ്ട് ചിലത് ബഹിഷ്കരിക്കേണ്ടി വരും. അങ്ങനെ ബഹിഷ്കരിക്കേണ്ട കാര്യങ്ങൾ ശഅബാനിലെ ബഹിഷ്കരിക്കണം. فإذا كان يوم الصوم أحدكم فلا يرفث ولا يصخب فإن صابه أحد فليقل إني صائم എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിനെ കുറിച്ചാണ് പറഞ്ഞത്. റമദാനിന്റെ പ്രഭാതത്തിൽ ഓരോരുത്തരും എത്തിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് ഗീബത്തും നമീമത്തും പറയല്ലേ എന്നല്ല പറഞ്ഞത്. റമദാൻ എത്തിക്കഴിഞ്ഞാൽ റമദാനിൽ സന്നിഹിതനാകുന്ന സത്യവിശ്വാസി അവന്റെ മനസ്സും വാക്കും അവന്റെ ചിന്തകളും അവന്റെ കർമ്മങ്ങളും എല്ലാം എങ്ങനെയാവണം, അതിന്റെ ഏറ്റവും ഉദാഹരിക്കപ്പെടാവുന്ന ഒരു വലിയ സൂചനയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത വളരെ വളരെ ചിന്തനീയമായ ഒരു പ്രയോഗം, നിങ്ങളിൽ ഓരോരുത്തരും നോമ്പെടുക്കുന്ന പകലെത്തിക്കഴിഞ്ഞാൽ വലാ യർഫുസ് വലാ യസ്ഖബ്, നാവ് കൊണ്ട് വൃത്തിയില്ലാത്ത വർത്തമാനമൊന്നും പറയല്ലേ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യസ്ഖബ്, ഉച്ചത്തിൽ ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിക്കല്ലേ. അത് ആ മാസത്തിനോടുള്ളതായ ഭവ്യതയ്ക്ക് കളങ്കം വരുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അർത്ഥത്തിലാണ് പരിശുദ്ധ റമദാനിനെ പരിഗണിക്കാൻ നമ്മുടെ നാവിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ആ ഒരു നിർദ്ദേശം ശഅബാനിലെ നമ്മൾ പരിശീലിച്ച് പാകപ്പെടുത്തി റമദാനിലേക്ക് വരുമ്പോൾ റമദാൻ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മൻ കസറ കലാമുഹു കസറ ദുനൂബുഹു വമൻ കസറ ദുനൂബുഹു മാത ഖൽബുഹു വമൻ മാത ഖൽബുഹു ദഖലന്നാർ ഔ കമാ ഖാല റസൂലുള്ളാഹി. അമിതമായ സംഭാഷണവും സംസാരങ്ങളും പലപ്പോഴും അറിയാതെ തിന്മകൾ പറയാൻ കാരണമാവും. അറിയാതെ തിന്മകൾ പറയുക വഴി ആ മനുഷ്യന്റെ മനസ്സ് മരിച്ചു പോകും. ആ മരിച്ചുപോയ മനസ്സുള്ള മനുഷ്യൻ ദഖലന്നാറ, അവൻ നരകത്തിൽ എത്തിക്കഴിഞ്ഞെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ വർജിതമായി നാം റമദാനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ശഅബാനിലും വർജിതമായിരിക്കണം. അങ്ങനെ നന്മയിലെ പരിശീലന കളരി പോലെ തന്നെ തിന്മയെ ത്യജിക്കാനുള്ളതായ ഒരു പരിശീലന കളരിയുമായി ശഅബാനിനെ വരവേൽക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.